വെൽക്കം ടു എ ന്യൂ സെഷൻ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ആണ്. അപ്പം അനലോഗ് സർക്യൂട്ട്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് RC ഡിഫറൻഷ്യേറ്റർ. ഓക്കെ, അപ്പം ബേസിക്കലി വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് തന്നെ. ആ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ നമുക്കൊരു വേവ് ഫോം, ഇൻപുട്ട് വേവ് ഫോം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വേറൊരു വേവ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ വരുന്ന RC ഡിഫറൻഷ്യേറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ എന്ന് പറയാൻ കാരണം അവരുടെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ്, ആ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ ആണെങ്കിൽ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ് RC ഡിഫറൻഷ്യേറ്റർ. ബിക്കോസ് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ്, വേവ് ഷേപ്പിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ്. ഓക്കെ, ഇനി എന്താണ് RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം തരുവാണെങ്കിൽ അത് RC എന്ന് പറയാൻ അതിനകത്ത് റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് എന്ന് പറയും, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയും. അതായത് നമ്മുടെ വേവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അപ്പോൾ വേവിനെ ചേഞ്ച് ചെയ്തു, അതുകൊണ്ടാണ് ഇത് ബേസിക്കലി വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആയത്. ഓക്കെ, അപ്പോൾ RC ഡിഫറൻഷ്യേറ്റർ എന്ന് പറയാൻ കാരണം നമുക്ക് ഡിഫറൻസിയേഷൻ നമുക്ക് ഓപ്പ് ആമ്പ് വെച്ച് ചെയ്യാം, പല കമ്പോണൻസ് വെച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററും വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൽ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്, സെക്കൻഡ് പോയിന്റ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്, പിന്നെ വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഓഫ് ദ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ്. അടുത്ത പോയിന്റ് ഇതാണ്, റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഏതിന് അക്രോസ് ആയിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓർക്കേണ്ടത്. ഇറ്റ്സ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വെർ ഔട്ട്പുട്ട് ഇസ് ടേക്കൺ അക്രോസ് ദ എന്തായിരിക്കും? റെസിസ്റ്റർ ആണ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസ് പ്രപ്പോർഷണൽ ടു ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. അതുകൊണ്ടാണല്ലോ ഡിഫറൻഷ്യേറ്റർ എന്ന് പറയുന്നത്. അതായത് ശരിക്കും നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കലി അത് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ദ, ഇവിടെ കൊടുത്തേക്കണം നോക്കി, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രപ്പോർഷണൽ ടൈം ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണേ? d/dt ടൈം ഡെറിവേറ്റീവ് ഓഫ് എന്ത്? ഇൻപുട്ട് വോൾട്ടേജ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വി ഔട്ട്പുട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് VI, ഡെറിവേറ്റീവ് ഓഫ് VI. ഇതാണ് മെയിൻ ഇക്വേഷൻ RC ഡിഫറൻഷ്യേറ്ററിൻ്റെ. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക്കലി RC ഡിഫറൻഷ്യേറ്റർ നമുക്കൊരു ഹൈ പാസ് ഫിൽറ്ററും ലോ പാസ് ഫിൽറ്ററും മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ നമ്മുടെ അതിൻ്റെ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ആറും സിയും തന്നെയുള്ള സർക്യൂട്ടാണ് ഹൈ പാസ് ഫിൽറ്റർ. ഈ ഹൈ പാസ് ഫിൽറ്ററിനകത്ത് സർട്ടൺ ക്രൈറ്റീരിയൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഹൈ പാസ് ഫിൽറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യണേ? RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണേ. അപ്പോൾ ബേസിക്കലി ഒരു ഹൈ പാസ് ഫിൽറ്ററിനെ എടുത്ത് ചില മോഡിഫിക്കേഷൻസ് ചെയ്യുമ്പോഴാണ്, ഹൈ പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് എടുത്ത് മോഡിഫിക്കേഷൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈ പാസ് ഫിൽറ്റർ എന്താണെന്ന് പറയാം. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ സർക്യൂട്ടാണ്. നമുക്കൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസീസിനെ മാത്രം സിഗ്നലിൽ നിന്ന് കുറേ ഫ്രീക്വൻസീസ് ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്രീക്വൻസീസിനെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കണം. അതും ഹയർ ഫ്രീക്വൻസീസിനെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കണം. ഹയർ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസിനെ മാത്രം എടുക്കണമെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയും. നിങ്ങൾക്ക് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കാണാം. ഇവിടെ അതിൻ്റെ ഗെയിൻ ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇവിടെ നോക്കിക്കുക, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസീസ്, ഇതിപ്പോൾ ഒരു 10 kHz ഹൈ പാസ് ഫിൽറ്റർ ആണെങ്കിൽ, കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്കിൽ ഈ 10ന് മേലെയുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുക? അതിന് ഹൈ ഗെയിൻ ഉണ്ടാവും. മറ്റേതിനൊക്കെ ഗെയിൻ എന്തായിരിക്കും? ഗെയിൻ ഈ ആക്സിസ് ആണ്, ഗെയിൻ കുറവായിരിക്കും. അപ്പോൾ അതുങ്ങളെ ലോ ഫ്രീക്വൻസിനെ കടത്തി വിടില്ല, എന്നാൽ ഹയർ ഫ്രീക്വൻസിനെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി അതിന് എന്ത് പറയുന്നത്? ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മിസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ,
ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഗെയിനും. എപ്പോഴും നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി, പല ഫ്രീക്വൻസീസിനോട് ഇതെങ്ങനെ റിയാക്ട് ചെയ്യും ഈ സർക്യൂട്ട്. അപ്പോൾ ലോ ഫ്രീക്വൻസിനെ കടത്തിവിടില്ല, കാരണം ഹയർ ഫ്രീക്വൻസിനെ മാത്രം കടത്തിവിടുന്ന സർക്യൂട്ടാണ് ഹൈ പാസ് ഫിൽറ്റർ. അതിനകത്ത് വേറെ എക്സ്ട്രാ കമ്പോണൻസ് ഒന്നുമില്ല. ഒരു ഇതേപോലെ തന്നെയാണ് സർക്യൂട്ട്, ഒരു കപ്പാസിറ്റർ, പിന്നെ ഔട്ട്പുട്ടിൻ്റെ അവിടെ ഒരു റെസിസ്റ്റർ. പക്ഷെ അതിൽ കുറച്ച് കണ്ടീഷൻസ് വെക്കുമ്പോഴാണ് അത് എന്തായിട്ട് ആക്ട് ചെയ്യണത്, അതൊരു ഡിഫറൻസിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ നോർമലി നമുക്ക് വരാവുന്ന ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ഈ കപ്പാസിറ്ററും റെസിസ്റ്ററും സർക്യൂട്ട് ഹൈ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. നമുക്കറിയാം കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നോർമലി ഹിൻഡ്രൻസ് ഓഫർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് പോകുന്നതിനെ എഗെയിൻസ്റ്റ് അപ്പോസ് ചെയ്യുന്നതിനാണ് റെസിസ്റ്റൻസ് വേണം. അപ്പൊ കപ്പാസിറ്ററിലും ഈ ഒരു ടെൻഡൻസി ഉണ്ട്. ആ കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ടൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്നല്ല നമ്മൾ പറയാ, റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എക്സിയുടെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് ഈസ് ഈക്വൽ ടു 1/2π FC എന്നാണ്. ഓക്കെ, 2πf ഫ്രീക്വൻസി, സി കപ്പാസിറ്ററിന്റെ വാല്യൂ. ഈ സർക്യൂട്ടിൽ നോക്കിക്കുക, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണേ വീൻ, ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കണേ അക്രോസ് ദ റെസിസ്റ്റർ. അപ്പോൾ എഫിന്റെ വാല്യൂ നമ്മൾ കൂടി, ദാറ്റ് മീൻസ് ഒരു ഹൈ ഫ്രീക്വൻസി ആണ് നമ്മൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കണേ എന്ന് വിചാരിച്ചോ. ഹൈ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചേക്കണേ കേസിൽ, ഫ്രീക്വൻസി ഈക്വേഷൻ നോക്കിക്കേ, ഫ്രീക്വൻസി കൂടുമ്പോൾ റിയാക്ടൻസ് കുറയും. ഓക്കെ, കപ്പാസിറ്റർ ഓഫർ ചെയ്യണ റിയാക്ടൻസ് കുറയും, അതായത് കപ്പാസിറ്റർ ഓഫർ ചെയ്യണ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ നമ്മൾ ഹൈ ഫ്രീക്വൻസി കൊടുത്തേക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, നേരെ എങ്ങോട്ടേക്ക് വരും, ഈ ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കണേ ആ ഹൈ ഫ്രീക്വൻസി ഒക്കെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഹൈ ഫ്രീക്വൻസീസിനെ കടത്തിവിട്ടു. ഓക്കെ, ശരിയാണ്, ഒരു ഹൈ പാസ് ഫിൽറ്റർ ആണ്. അതോടൊപ്പം തന്നെ ലോ ഫ്രീക്വൻസിനെ കടത്തിവിടാനും പാടില്ല. സോ വിൽ ചെക്ക് വാട്ട് ഹാപ്പൻസ് ഇഫ് സെൻഡ് ലോ ഫ്രീക്വൻസി സിഗ്നൽ. ലോ ഫ്രീക്വൻസി സിഗ്നൽ കൊടുക്കുമ്പോൾ എഫ് കുറവാണ് അല്ലെ, ഫ്രീക്വൻസി കുറവാണ്. അപ്പൊ റിയാക്ടൻസ് എന്ത് വെച്ചും, ഇവിടെ ഡിനോമിനേറ്റർ കുറയുമ്പോൾ റിയാക്ടൻസ് കൂടും, അപ്പൊ റെസിസ്റ്റൻസ് എന്ത് പറ്റും, കൂടും. അപ്പൊ ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അത് അതിനെ കണ്ടക്ട് ചെയ്യോ, ഇല്ല. നമുക്ക് എങ്ങോട്ടേക്ക് ഔട്ട്പുട്ട് വരില്ല, അക്രോസ് ഔട്ട്പുട്ട് വരില്ല, അപ്പൊ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പൊ ലോ ഫ്രീക്വൻസി സിഗ്നലിന് നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ബേസിക്കലി ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യണേ. ഈ ഹൈ പാസ് ഫിൽറ്ററിൽ സർട്ടൻ കണ്ടീഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണത്, ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യിക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് മസ്റ്റ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ എന്ത് റെസിസ്റ്റൻസ്. നമ്മൾ എടുക്കുന്ന കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് റെസിസ്റ്റൻസിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ സി ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ 0.0016 ടി. ടി എന്ന് പറയുന്നത് ആർ എം സി എന്ന് പറയുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററിന്റെ വാല്യൂ ആണ്. ടി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഇൻപുട്ട് വേവ് ഫോം. നമുക്കറിയാം ഇത് എന്തെങ്കിലും ഒരു സൈൻ വേവോ അല്ലെങ്കിൽ സ്ക്വയർ വേവോ എന്തെങ്കിലുമൊക്കെ വേവ്സ് ആയിരിക്കും, അതിന്റെ ടൈം പീരീഡ് ആണ് ടി എന്ന് പറയുന്നത്. ഇനി ആക്ച്വലി ഈ ആർ സി എന്ന് പറയുന്ന കൺസെപ്റ്റ് ടൈം കോൺസ്റ്റന്റ് ആണ്. ആർ ഇൻറ്റു സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ടൈം സി എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് എന്നാണ് പറയണേ. അത് മെയിൻലി നമ്മളൊരു കപ്പാസിറ്ററൊക്കെ ഉപയോഗിക്കുന്ന സർക്യൂട്ടിൽ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു കപ്പാസിറ്റർ നമുക്കറിയാം അല്ലേ, കപ്പാസിറ്റർ ഒന്നില്ലെങ്കിൽ ചാർജ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഈ സർക്യൂട്ടിൽ കപ്പാസിറ്ററും റെസിസ്റ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ചെയ്യും, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും, വോൾട്ടേജ് കൂടുന്നതും കുറയണനുസരിച്ചിട്ട്. അപ്പോൾ നോർമലി നമ്മൾ പറയണത് ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു 10 വോൾട്ടാണ് കൊടുക്കുന്നത്, ഇൻപുട്ടിൽ കൊടുക്കണമെങ്കിൽ 10 വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ കപ്പാസിറ്റർ ഒറ്റയടിക്ക് 10 വോൾട്ടിലൂടെ എത്തില്ല. കപ്പാസിറ്റർ എല്ലാം ഗ്രാജുവലി ചാർജ് ചെയ്യുക, ഗ്രാജുവലി ഡിസ്ചാർജ് ചെയ്യുക എന്നാണ് കൺസെപ്റ്റാണ്. അപ്പം എന്തോരം സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു 63% വരണം. നമ്മൾ കൊടുക്കണ ഇൻപുട്ടിന്റെ 63%, അതായത് 6.3 വോൾട്ടിലോട്ട് ചാർജ് ചെയ്യാൻ കപ്പാസിറ്ററിന് എടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ 100 കൊടുത്താൽ 63 വരണം, അതിന് പ്രപ്പോർഷണൽ ആയിട്ട്. അപ്പം നമ്മൾ എന്താണ് കൊടുക്കണേ അതിന്റെ 63% കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ചാർജ് ആവാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ടൈം കോൺസ്റ്റന്റ് എന്ന് പറയണത്. അത് ആർ സി ഡിഫറൻഷിയേറ്ററിന് മാത്രമല്ല, ജനറൽ ആയിട്ട് നമ്മൾ എല്ലാ സർക്യൂട്ടിലും കപ്പാസിറ്റർ ഉപയോഗിക്കുന്ന പറയണതാണ്. ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു ചാർജ് എ കപ്പാസിറ്റർ ത്രൂ റെസിസ്റ്റർ ഫ്രം ആൻ ഇനീഷ്യൽ വാല്യൂ 0 തുടങ്ങി ടു അപ്രോക്സിമേറ്റ്ലി 63.2% ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജിന്റെ 63% ആവാൻ വേണ്ടി, കപ്പാസിറ്ററിൽ ചാർജ് ആവാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം പീരീഡ്, അതിനാണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിഫറൻഷിയേറ്ററിൽ നമുക്കറിയാം
ഡിഫറൻഷിയേറ്ററിൽ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ഡിഫറൻഷ്യലായിട്ട് ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ, അതാണോ ഡി ബൈ ഡി ടി എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട്. പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ കപ്പാസിറ്ററിനകത്തും നമുക്ക് ഔട്ട്പുട്ടിനകത്തും ആ ചേഞ്ച് വരണം. അതായത് കപ്പാസിറ്റർ ഇങ്ങനെ പയ്യെ ചാർജ് ചെയ്യുകയും പയ്യെ ഡിസ്ചാർജ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻപുട്ടിലെ എല്ലാ ചേഞ്ചസും നമുക്ക് ഔട്ട്പുട്ടിലോട്ട് റിഫ്ലക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇൻപുട്ടിലെ എല്ലാ ചേഞ്ചസും ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഈ കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ചെയ്യുകയും ചെയ്യണം, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ പെട്ടെന്ന് ചാർജ് ചെയ്യുക, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കൺസെപ്റ്റ് വരണം. അപ്പോൾ അതിനാണ് ടൈം കോൺസ്റ്റന്റ് വളരെ ലെസ് ആയിട്ട് ഇൻപുട്ടിന്റെ ടൈം പീരീഡിന്, ഇൻപുട്ടിന്റെ ചേഞ്ചിന്, ആ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തോരം ചേഞ്ച് ചെയ്യുന്നുള്ള കൺസെപ്റ്റാണ് പെർട്ടിക്കുലർ. അപ്പോൾ ആ ഇൻപുട്ടിന്റെ ടൈം പീരീഡിന് േക്കാൾ വളരെ ചെറുതായിരിക്കണം കപ്പാസിറ്ററിന്റെ എന്തെന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹൈപാസ് ഫിൽറ്റർ ആരായിട്ട് ആക്ട് ചെയ്യും? RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, കപ്പാസിറ്റി റിയാക്ടൻസ് മസ്റ്റ് ഡോമിനേറ്റ് ഓവർ റെസിസ്റ്റൻസ്. XC should be very much greater than R. Second point, RC should be very much less than 0.006000160. Okay. ഇനി ഇതിന്റെ എക്സ്പ്രഷൻ ആണ്. ഇതും ചിലപ്പോൾ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. കുട്ടി എക്സ്പ്രഷൻ ആണ്. നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട്പുട്ട് ഇസ് പ്രപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ഇൻപുട്ട്. ഈ പ്രപ്പോർഷണാലിറ്റി ഒക്കെ മാറ്റിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ആക്ച്വലി ഇവിടെ എഴുതിയിരിക്കണേ. അപ്പോൾ അതെങ്ങനെയാണ് വരണേന്നുള്ളതാണ്, ഡെറിവേഷൻ ആണ് ജസ്റ്റ് നമ്മളൊന്ന് നോക്കണേ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പം ഇതിൽ കൂടെ പോണ കറണ്ട് ലെറ്റ് ഇറ്റ് ബി I ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? വി ഔട്ട്പുട്ട് ഈക്വൽ ടു ഓബ്വിയസ്ലി വി ഈക്വൽ ടു I ഇൻറ്റു R ആണ്. അപ്പം ഈ സർക്യൂട്ടിൽ കൂടെ പോണ കറണ്ട് I ആണ്, I ടൈംസ് R എന്ന് വരും. ഓക്കെ. ഇനി നമുക്കറിയാം കപ്പാസിറ്ററിൽ കൂടെ പോണ കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ സ്മോൾ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. I ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇത് കപ്പാസിറ്ററിൽ കൂടെ പോണ കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ കറണ്ടിന്റെ ഇക്വേഷൻ കപ്പാസിറ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി ഔട്ട്പുട്ട് ഈക്വൽ ടു ഐക്ക് പകരം മിസ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇവിടെ വി എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇവിടെ നമ്മൾ കപ്പാസിറ്ററിലോട്ട് അപ്ലൈ ചെയ്യണത് ഇൻപുട്ട് വോൾട്ടേജ് ആയതുകൊണ്ട് ഡി വി ബൈ ഡി ടി എന്ന് കൊടുത്തു. ഓക്കെ. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി ഈ നമുക്ക് വേണ്ടത് ആക്ച്വലി ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ സോറി, നമ്മൾ ചെയ്യേണ്ടത് മിസ് ഒന്ന് കറക്റ്റ് ചെയ്യാണ്. നമുക്കറിയാം ഔട്ട്പുട്ട് ഈക്വൽ ടു വി ഔട്ട്പുട്ട് ഈക്വൽ ടു I ഇൻറ്റു R ആണ് അല്ലേ. ഇത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതല്ല. മിസ് ഒന്നുകൂടെ പറയാം. ഈ ഇക്വേഷൻ ഇവിടെ വെക്കട്ടെ. അപ്പോൾ നമ്മളിതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വി ഔട്ട്പുട്ട് ഈക്വൽ ടു I ഇൻറ്റു ആറിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൽ കൂടെ പോണ കറണ്ട്, ഇതിൽ കൂടെ പോണ റെസിസ്റ്റൻസ് ആണ്. സെക്കൻഡ് ഇക്വേഷൻ ഇത് ഫസ്റ്റ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ പോണ കറണ്ടിൻ്റെ, കപ്പാസിറ്ററിൽ കൂടെ പോണ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഒബ്വിയസ്ലി ഉള്ളതാണ്. I ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ആ വി എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ അപ്ലൈ ചെയ്യണത് ഇൻപുട്ട് വോൾട്ടേജ് ആയതുകൊണ്ട് വി ഐ ബൈ ഡി ടി എന്ന് എടുത്തു. അപ്പോൾ നമുക്കറിയാം I ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി. ഇവിടെ നിന്ന് ഐയുടെ ഇക്വേഷൻ എന്താ കിട്ടണേ? വി ഔട്ട്പുട്ട് ബൈ ആർ. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐക്ക് പകരം വി ഔട്ട്പുട്ട് ബൈ ആർ ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ വി ഔട്ട്പുട്ട് ഈക്വൽ ടു ആർ ഇൻറ്റു സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി. അപ്പോൾ ആർ സി എന്ന് പറയുന്നത് നമ്മൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് ആറിന് ഒരു വാല്യൂ എടുക്കും, സിക്ക് ഒരു വാല്യൂ എടുക്കും. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് മാറ്റിയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? വി ഔട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഡി വി ഐ ബൈ ഡി ടി. ഇങ്ങനെയാണ് നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ. ഇപ്പോൾ ശരിക്കും ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ. അതിന് നമ്മൾ പറയാൻ എളുപ്പത്തിന് പ്രപ്പോർഷണാലിറ്റി വെച്ച് പറയുന്നതാണ് വി ഔട്ട്പുട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഡി വി ഐ ബൈ ഡി ടി എന്ന്. അപ്പോൾ ആദ്യം വി ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക, അതിൽ നിന്ന് I കണ്ടുപിടിക്കുക. നോർമലി ഒരു കപ്പാസിറ്റർ കൂടെ പോണ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇതിൽ കൊണ്ടുവന്ന് ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്ററിൻ്റെ നമുക്ക് എന്ത് കിട്ടും? എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാംസിന് ചോദിക്കുന്നതാണ്, നിങ്ങൾ ലാബിൽ ചെയ്യുന്നതാണ്, റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്. അതായത് പല വേവ് ഫോംസ് കൊടുക്കുമ്പോൾ, പല ഇൻപുട്ട് വേവ് ഫോംസ് കൊടുക്കുമ്പോൾ ഹൗ ദ റെസ്പോണ്ട്. ഈ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്താണ്? ഒബ്വിയസ്ലി നമുക്കറിയാം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരണേ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ നമുക്കിത് നോക്കിയാൽ മതി. നമ്മളൊരു സൈൻ വേവ് ആണ് കൊടുക്കണേ എന്ന് വിചാരിച്ചോ. ഓക്കെ. സൈൻ കൊടുത്താൽ സൈൻ്റെ ഡിഫറൻഷ്യൽ ഓഫ് സൈൻ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് സൈൻ എന്താണ്? സൈൻ എന്ന് പറയുന്നത് എന്താണ്? കോസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? കൊസൈൻ ആയിരിക്കും. കൊസൈൻ ഇപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് കിട്ടും.
ഓക്കെ, ഇനി അതേപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ റെസ്പോൺസ് ആണ് സ്റ്റെപ്പ് ഇൻപുട്ട്. സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇങ്ങനെ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു 1 volt ആണ് കൊടുക്കണമെങ്കിൽ ത്രൂ ഔട്ട് 1 volt കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇൻപുട്ടായിട്ടാണ് കൊടുക്കണേ. അതായത് നമ്മുടെ സർക്യൂട്ട് ഉണ്ട്, കപ്പാസിറ്റർ, റെസിസ്റ്റർ. ഈ സർക്യൂട്ടിലോട്ട് ഞാൻ എന്ത് ഇൻപുട്ടായിട്ട് കൊടുത്തു? ഒരു സ്റ്റെപ്പ് ഇൻപുട്ട്. സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് 1 volt തന്നെ കൊടുക്കുന്നതിനെയാണ്, 1 volt അല്ല, നിങ്ങൾക്ക് എത്ര വോൾട്ട് വെച്ച് വേണമെങ്കിൽ കൊടുക്കാം, ആ കൊടുക്കുന്നതിനെയാണ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞത്. അതായത് അതിന്റെ ഷേപ്പ് ഇതാണ്. ഇപ്പൊ സൈൻ വേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, കോൺസ്റ്റന്റ് വോൾട്ടേജ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? നമ്മൾ ചെയ്യുന്ന സർക്യൂട്ട് എന്താണ്? ഡിഫറൻഷിയേറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ വേവ് ഫോം എങ്ങനെ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് സേ ഒരു 10 volt ആണ് ഇപ്പൊ കൊടുക്കുന്നത് ഇൻപുട്ടിൽ. അപ്പൊ കപ്പാസിറ്റർ ഒരിക്കലും നമ്മൾ 10 volt കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 10 voltiലോട്ട് ബൂസ്റ്റ് ചെയ്യില്ല. കപ്പാസിറ്റർ സഡൻ ചേഞ്ചസിന് റെസ്പോണ്ട് ചെയ്യില്ല. നമ്മൾ പെട്ടെന്നാണ് ഇൻപുട്ട് 10 volt കൊടുക്കുന്നത്. കപ്പാസിറ്റർ ഇനീഷ്യലി അത് അറിയത്തോലുമില്ല. കപ്പാസിറ്റർ ഗ്രാജുവലി ആണ് ഈ 10 voltiലോട്ട് ചാർജ് ചെയ്ത് എത്തണേ. പക്ഷെ നമ്മൾ ടൈം കോൺസ്റ്റന്റോടെ ഭയങ്കര കുറച്ച് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഡിസ്ചാർജ് ചെയ്യും, പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇനീഷ്യലി ഞാൻ ആ 10 volt കൊടുക്കുന്ന ഇൻസ്റ്റന്റ്, അതായത് ഈ ഒരു പോയിന്റിൽ ആ ഒരു ഇനീഷ്യൽ പോയിന്റിൽ നമ്മൾ 10 volt കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ പെട്ടെന്ന് സഡൻ ചേഞ്ച് നോട്ട് ചെയ്യില്ല. അപ്പൊ ആ 10 volt മൊത്തം എങ്ങോട്ടേക്ക് വരും? ആ റെസിസ്റ്ററിന്റെ അക്രോസ് വരും. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ ആ 10 voltage മൊത്തം നമുക്ക് ഇനീഷ്യലി ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ കപ്പാസിറ്റർ മനസ്സിലായി നമുക്കൊരു ഇൻപുട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പൊ ഇനി 10 volt കൊടുക്കുന്ന അനുസരിച്ചിട്ട് കപ്പാസിറ്റർ പയ്യെ എന്ത് ചെയ്യും? ചാർജ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പൊ കപ്പാസിറ്റർ ഇപ്പൊ ആദ്യം 1 volt ആവും. അപ്പൊ ബാക്കി എത്ര വോൾട്ട് ഇവിടെ കിട്ടത്തുള്ളൂ? 9. അപ്പൊ ഇത് കുറഞ്ഞു. പിന്നെ കപ്പാസിറ്റർ 2 volt ആവും. അപ്പൊ ഇത് എത്ര വോൾട്ട് ആവും? 8. അപ്പൊ പിന്നെയും കുറയും. അപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് റെസിസ്റ്ററിനെ ക്രോസ്, അതായത് നമ്മുടെ ഔട്ട്പുട്ടിനെ ക്രോസ് എന്ത് പറ്റും? വോൾട്ടേജ് കുറഞ്ഞു വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? ഒരു സ്പൈക്ക് പോലെയാണ്. അത് ടൈം കോൺസ്റ്റന്റ് വളരെ കുറച്ചാണ് വെക്കണമെങ്കിൽ പെട്ടെന്ന് കപ്പാസിറ്റർ ചാർജ് ആവും. അപ്പോൾ നമുക്ക് വളരെ ചെറിയ സ്പൈക്സ് കിട്ടും. മനസ്സിലായോ? അതായത് നമുക്ക് ആ സ്പൈക്സ് വളരെ ചെറുതായിരിക്കും, ഇങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് കൊടുക്കണമെങ്കിൽ ഒരു സ്പൈക്കാണ് നമുക്ക് എന്തിൽ കിട്ടണത്? നമ്മൾ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ക്വയർ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? സ്ക്വയർ ഇതേ കൺസെപ്റ്റ് തന്നെ സ്ക്വയറിൽ കൊടുക്കുമ്പോൾ എന്ത് വെച്ചും? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ആക്ച്വലി നമ്മൾ നെഗറ്റീവ് സൈഡിൽ കൊടുക്കുമ്പോൾ അത് നെഗറ്റീവ് സൈഡിൽ സ്പൈക്ക് വരും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്പൈക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ട റെസ്പോൺസ് സൈൻ കൊടുത്താൽ കൊസൈൻ, സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൈക്കാണ് കിട്ടണത്. സ്ക്വയർ വേവ് ആണ് കൊടുക്കണമെങ്കിൽ അതും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സ്പൈക്സ് ആയിട്ടായിരിക്കും നമുക്ക് റെസ്പോൺസ് വരണത്. അപ്പോൾ ഈ ശരിക്കും നമുക്ക് കിട്ടുന്ന ഈ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വേവ് ഫോം ഇല്ലേ, ഇത് ടൈം പീരീഡ് ആണ്. ഇത് ടി, ഇത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇവിടെയും സ്റ്റെപ്പ് ഇൻപുട്ടിൽ ഇത് ടി ആണ്, ഇത് അതിൻ്റെ വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ഒരു ഇത് എക്സ്പൊണൻഷ്യലി ഡീക്കേ ചെയ്യുന്ന സിഗ്നൽ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വി ഇൻപുട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഞാനത് ഒന്നും കൂടെ എഴുതാം. അതായത് നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. അതായത് ടി ആണ് എക്സ് ആക്സിസിൽ, ഇവിടെ വോൾട്ടേജ് ആണ്. സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്പൈക്ക് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. ഇത് ടൈം പീരീഡ്, ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ റെസിസ്റ്ററിന് അക്രോസ് ആണ്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത വി ഇൻപുട്ട് കൊടുക്കുക, എത്ര നോക്കുക? ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഈ വരാൻ കാരണം ഒരു എക്സ്പൊണൻഷ്യൽ വേവ് നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ഇങ്ങനെ വന്നതുകൊണ്ടാണ്, ഡീക്കേ ചെയ്യുന്നതുകൊണ്ടാണ് ഇ റേസ് ടു മൈനസ് ടി ബൈ, നെഗറ്റീവ് സൈഡിൽ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ആർ സി എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തിയറി പാർട്ടിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് ലാബ് ചെയ്യാനുണ്ട്. ഒരു ഡിസൈൻ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്നാണ് പറയാറുള്ളത്. നമ്മുടെ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ലാബിൽ ചെല്ലുമ്പോൾ ഒരു ഡിസൈൻ ചെയ്യണം. ഡിസൈൻ an RC differentiator circuit provided. നമുക്കൊരു ഇൻപുട്ട് വേവ് ഫോം തരും. ഇൻപുട്ട് വേവ് ഫോം അതായത് ആറിലും സിയിലും കൊടുക്കേണ്ട ഇൻപുട്ട് വേവ് ഫോം അവർ പറയും, ഏത് ഷേപ്പ് ആണെന്നുള്ളത് പറയും. അലോങ് വിത്ത് ദ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി പറയും. സേ 1 kHz ആണ്. അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി പറയും. ചില സമയത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു ആംപ്ലിറ്റ്യൂഡ് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മിസ് ഒരു ആംപ്ലിറ്റ്യൂഡ് എടുക്കുവാണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 volt. ഇഷ്ടമുള്ള ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ചൂസ് ചെയ്യാം.
അപ്പോൾ ഇതൊന്ന് ഡിസൈൻ ചെയ്യാനാണ് പറയണത്. ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ആ റെസിസ്റ്ററിന്റെ കപ്പാസിറ്റി ഇപ്പൊ നമുക്കറിയാം, ഡിഫറൻഷിയേറ്റർ ആണെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇൻപുട്ട് വേണം. ഓക്കെ, ഇൻപുട്ട് അവർ തന്നിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസ്. പിന്നെ ഒരു കപ്പാസിറ്റർ വേണം, റെസിസ്റ്റർ വേണം. പക്ഷേ ഇൻപുട്ടിന്റെ കപ്പാസിറ്ററിന്റെ റെസിസ്റ്ററിന്റെ വാല്യൂസ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസൈൻ വഴി. ഈ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററേയും നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസിന്റെ വാല്യൂസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഡിഫറൻഷിയേറ്റർ, ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണ്. ഇത് ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, RC ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ 0.0016 T എന്ന് പറയണം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആറിന്റെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം T തന്നിട്ടുണ്ട്, നമുക്കറിയാം ടിയും എഫും തമ്മിലുള്ള റിലേഷൻ T = 1/f. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി എത്രയാണ് ക്വസ്റ്റ്യനിൽ? 1 കിലോഹെർട്സ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാറ്റി തരുവാണെങ്കിൽ അതനുസരിച്ച് മാറ്റി ചെയ്യുക. 1 കിലോഹെർട്സ് എന്ന് പറയുമ്പോൾ കിലോ എന്ന് പറയുന്നത് 10⁻3. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി 10⁻³ ആണ്. 10⁻³ മേളിലോട്ട് വരുമ്പോൾ -3 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആറിന്റെ വാല്യൂ ഞാൻ അസ്യൂം ചെയ്യാണ്. ലൈക്ക് ഒരു അസ്യൂം ചെയ്യുന്നതുമല്ല ആക്ച്വലി. അതായത് നമ്മുടെ സിഗ്നൽ ജനറേറ്റർ എന്നാണ് ലാബിൽ ചെല്ലുമ്പോൾ വേവ് ഫോംസ് എടുക്കണം, ഫംഗ്ഷൻ ജനറേറ്റർ. അപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഏകദേശം 600 ഓം ആയിരിക്കണം. അപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിനകത്തോട്ടാണ് നമ്മൾ ഇപ്പൊ അവിടെ നിന്ന് എടുക്കുന്ന സൈൻ വേവ് ആണ് ആക്ച്വലി നമ്മൾ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണം അല്ലേ. നമുക്കൊരു ഇൻപുട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ലാബിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫംഗ്ഷൻ ജനറേറ്റർ എന്നാണ്. അപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് 600 ഓം ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് ഒരു 10 ടൈംസ് എങ്കിലും ഗ്രേറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ലോഡിങ് ഇഫക്റ്റ് വരും. അതായത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് വരണം. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈൻ വേവ് അവിടെ നിന്ന് ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിഗ്നൽ ജനറേറ്ററിന്റെ ഒരു 10 ടൈംസ് എങ്കിലും ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുക്കാം. അപ്പോൾ 10 ടൈംസ് 600 ഓം എന്ന് പറഞ്ഞാൽ സിഗ്നൽ ജനറേറ്ററിന്റെ ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഇമ്പിഡൻസ് ആണ്. അതിന്റെ 10 ടൈംസ് എന്ന് പറയുമ്പോഴേക്കും 6000 ഓം വരും. 6000 ഓം വെച്ചിട്ട് റെസിസ്റ്ററിന് സ്റ്റാൻഡേർഡ് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ നിയർ ബൈ എടുക്കുന്നത് 5.6K ആണ്. ഓക്കെ, 5600 ഓം ആണ് എടുക്കണം. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 5.6K ഓം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടി, ടൈം പീരീഡ് കിട്ടി. നമുക്ക് ആ സിയുടെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ആറിന്റെ വാല്യൂ എന്താണ്? 5.6 × 10⁻3. ഓക്കെ, ഇൻറ്റു സി should be less than, ഇത് സി ആണ് കേട്ടോ, ഈക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 0.0016 ടൈം പീരീഡ് നമുക്ക് കിട്ടിയായിരുന്നു, ദാറ്റ് ഈസ് 10⁻³ അപ്പോൾ സിയുടെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ എന്തായിരിക്കും? 0.0016 × 10⁻³ by 5.6 × 10⁻3. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഒരു 246 പൈക്കോഫാരഡ് എന്ന് വരും. പൈക്കോ എന്ന് പറയാൻ കാരണം ഇത് മേലിലോട്ടൊക്കെ ചെല്ലും. അപ്പോൾ 10⁻6 ആവും. പിന്നെ പോയിന്റ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും 1 പൈക്കോഫാരഡ് എന്ന് പറയുന്നത് 10⁻12 ഫാരഡ് ആണ്. അതുകൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇനി ഈ വാല്യൂ സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്ററിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ 220 പൈക്കോഫാരഡ് ആണ്. അപ്പോൾ ഈ ഒരു 1 കിലോവാട്ട്സിനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണത് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ആറിന്റെ വാല്യൂ 5.6K, സിയുടെ വാല്യൂ 220 പൈക്കോഫാരഡ്. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്, അതുകൊണ്ടാണ് പൈക്കോഫാരഡിൽ എഴുതിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലാബിൽ ഡിസൈൻ ചെയ്യുന്നത്. ഈ കമ്പോണൻസ് മേടിക്കുക, ഫംഗ്ഷൻ ജനറേറ്ററിന് ഏത് വേവിൻ്റെ ആണോ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ആ വേവ് ഫോം നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ റെസ്പോൺസസ് നമുക്ക് CROയിൽ കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡിസൈൻ ഓഫ് ആൻ RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഡിഫറൻഷിയേറ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എവറിത്തിങ് ഈസ് ക്ലിയർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.